നിലാവിനെ നോക്കി കുഞ്ഞു കൈകൾ നീട്ടി കൗതുകത്തോടെ കൊഞ്ചി വിളിക്കുകയാണ് കുട്ടി. കുട്ടിയുടെ അടുത്തേക്ക് ഓടിവാ എന്ന് പൂനിലാവിനോട് കവി പറയുന്നു. അമ്പിളിയാകുന്ന തേരിൽ നിന്നിറങ്ങി മേഘമാകുന്ന ആനപ്പുറത്ത് കയറി കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരൂ എന്നും പറയുന്നു. ഭൂമിയിൽ വന്ന് കളിക്കുകയാണെങ്കിൽ പാലും പഴവും പൂന്തേനും പൂവും എല്ലാം തരാമെന്നാണ് കുഞ്ഞ് പറയുന്നത്. അമ്പിളിയാവുന്ന കൊച്ചമ്മാമൻ ആകാശത്തു നിന്ന് കണ്ണാടിയും തുമ്പപ്പൂവിനേക്കാൾ വെണ്മയുള്ള നിലാവാകുന്ന പൂവാലയും നിനക്കായി കൊടുത്തയക്കുമെന്ന് കവി കുഞ്ഞിനോട് പറയുന്നു. പൂനിലാവേ, നീ ഓടി വാ, ഓമനക്കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വാ എന്ന് കവി വീണ്ടും വീണ്ടും പൂനിലാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പണ്ഡിറ്റ് KP കറുക്കൻ. പ്രമുഖ മലയാള കവിയും നാടകകൃത്തുമാണ് പണ്ഡിറ്റ് KP കറുക്കൻ. എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1885 എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിൽ ജനിച്ചു. 14-ാം വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങി. ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ ഇദ്ദേഹം പ്രവർത്തിച്ചു. 20-ാം വയസ്സിൽ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിത ജാതീയമായ വിവേചനങ്ങൾക്കെതിരായുള്ള ശക്തമായ പ്രതികരണമായിരുന്നു. കേരള ലിംഗൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ധ്രുവചരിതം, സൗദാമിനി, പഞ്ചവടി, ശാകുന്തളം സംഗീത നാടകം, ബാലാകലേശം, ഉദ്യാനവിരുന്ന്, ഹൈമി പരിണയം, ജാതിക്കുമ്മി, ഭാഷാ നാടകം തുടങ്ങിയ പ്രധാന കൃതികൾ. 1938 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം അർത്ഥസൂചികയിൽ നിന്നും കണ്ടെത്തി എഴുതൂ. അമ്പിളി, ചന്ദ്രൻ, ഏറുക, കയറുക, കുതുകം, താൽപ്പര്യം, കൊഞ്ചുക, ഓമനത്വം തോന്നുമാറ് പെരുമാറുക, കൊണ്ടൽ, മേഘം, പാര്, ഭൂമി, പൂനിലാവ്, മനോഹരമായ നിലാവ്, വിണ്ണ്, ആകാശം. ആരുടെ മുന്നിലേക്ക് വരാനാണ് നിലാവിനോട് കവി ആവശ്യപ്പെടുന്നത്? ഓമനക്കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വരാനാണ് കവി നിലാവിനോട് ആവശ്യപ്പെടുന്നത്. പൈതൽ എപ്രകാരമാണ് നിലാവിനെ വിളിക്കുന്നത്? പിഞ്ചുകൈ നീട്ടി കൗതുകത്തോടെയാണ് പൈതൽ നിലാവിനെ വിളിക്കുന്നത്. പാരിലേക്ക് കളിക്കാൻ വന്നാൽ നിലാവിന് എന്തെല്ലാം നൽകാമെന്നാണ് കുഞ്ഞ് പറയുന്നത്? പാരിലേക്ക് കളിക്കാൻ വന്നാൽ പാലും പഴവും പൂവും പൂന്തേനും തരാമെന്നാണ് കുഞ്ഞ് പറയുന്നത്.
പ്രയോഗഭംഗി കണ്ടെത്താം. അമ്പിളിത്തേർ വിട്ടിറങ്ങി വാ നീ, അക്കൊണ്ടലാനമേലേറി വാ നീ. അമ്പിളിയാകുന്ന തേരിൽ സഞ്ചരിക്കുന്ന നിലാവിനോട് തേരിൽ നിന്നിറങ്ങി മേഘമാകുന്ന ആനപ്പുറത്ത് കയറി വരാൻ പറയുകയാണ്. അമ്പിളിയെ തേരായും മേഘത്തെ ആനയായും കവി സങ്കല്പിച്ചിരിക്കുന്നു. തുമ്പപ്പൂ കണ്ടിട്ട് തുല്ലു ചൊല്ലും, തൂവാല ഇങ്ങു കൊടുത്തയക്കും. തുമ്പപ്പൂവിൻ്റെ വെണ്മയെയും തോൽപ്പിക്കുന്ന നിലാവിൻ്റെ ഭംഗി മനോഹരമായി ഈ വരികളിൽ അവതരിപ്പിക്കുന്നു. ഭൂമിയോ? ധരണി, ധരിത്രി, ചോണി, പാര്, ജഗത്ത്, ക്ഷിതി, ധര. ആകാശം, അമ്പരം, ഗഗനം, വാനം, വിണ്ണ്, നഭസ്. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. ആന, ഗജം, ദന്തി, കരി, ഇഭം, കളഭം. മേഘം, വാരിതം, ജലദം, പയോധരം, അംബുദം, കൊണ്ടൽ. കുഞ്ഞ്, ശിശു, പൈതൽ, പോതം. പദങ്ങൾ കണ്ടെത്താം. പൂ, പന്തൽ, പൂനിലാവ് ഈ പദങ്ങൾ കവിതയിൽ ഉപയോഗിച്ചത് കണ്ടല്ലോ. പൂ ചേർത്ത് കൂടുതൽ പദങ്ങൾ കണ്ടെത്താമോ? കണ്ടെത്തിയ ഏതെങ്കിലും 1-2 വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതുക. പൂമരം, പൂന്തേൻ, പൂമണം, പൂന്തിങ്കൾ, പൂമാനം, പൂങ്കാവനം, പൂങ്കവിൾ, പൂന്തോട്ടം, പൂന്തന്നൽ, പൂമഴ. ലഘുവാക്യം എഴുതാം. പൂന്തിങ്കൾ. മാനത്ത് പൂന്തിങ്കൾ പുഞ്ചിരിച്ചു നിന്നു. പൂങ്കവിൾ. കുഞ്ഞിൻ്റെ പൂങ്കവിളിന് എന്തു ചന്തമാണ്. പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ തേനുണ്ണാൻ എത്തും.